വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് മിത്ര മുഖം കുനിച്ചു. എന്നാലും ആരായിരിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ച്? ഞൊടിയിട കൊണ്ട് അവളുടെ മനസ്സിലേക്ക് രാഹുലിന്റെ മുഖം ഓർമ്മ വന്നു. അവസാനമായി ഇന്നലെ കാണുമ്പോൾ അവന്റെ നോട്ടം, അതിലെ രൂക്ഷത, അതെല്ലാം ഓർക്കുമ്പോൾ ആ പാതകത്തിന് പിന്നിൽ പിന്നെ വേറൊരാളെ തിരിഞ്ഞടക്കേണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് അവൾ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ വലിച്ചെടുത്തുകൊണ്ട് വിശ്വയുടെ നമ്പർ കോളിലിട്ടു. കിടന്ന് തുള്ളാതിടൂ. എപ്പോഴും നിന്നോട് പറയാറില്ലേ, ഞങ്ങൾ കൂലി കൊടുത്ത് നിർത്തുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് നീയെന്ന്. അപ്പൊ നീ ആ ലെവലിൽ നിന്നിട്ട് തുള്ളിയാ മതി. ആരോഷി പരിഹാസത്തോടെ പറഞ്ഞു. വിശ്വക്കാരന്റെ മുഖം നോക്കി അടിച്ചു പൊളിക്കാനാണ് തോന്നിയത്. വളരെ ശ്രമപ്പെട്ടുകൊണ്ടാണ് അവൻ ആ തോന്നൽ അടക്കി പിടിക്കുന്നത്. അഖിലും മുരുകനും അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നിൽപ്പാണ്. സമ്മതിച്ചു, ഞാൻ നിന്റെയൊക്കെ അടിമപ്പണി ചെയ്യുന്നവൻ തന്നെയാ. പക്ഷേ വിളിച്ചുകൊണ്ട് വരുമ്പോ ഇതുപോലെ ചെറ്റത്തിന് കാണിക്കേണ്ടി വരുന്നൊന്നും അന്ന് സാറന്മാര് പറഞ്ഞിട്ടില്ല. വിശ്വ പല്ലടിച്ച് പിടിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ ഒരു പെണ്ണിനെ കള്ളപ്രേമം നടിച്ച് ചതിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിരുന്നതിന് നിങ്ങളുടെ നാട്ടില് പുണ്യപ്രവൃത്തി എന്നാണോ പറയുന്നത്? ആലോഷി പുച്ഛത്തോടെ അവരെ നോയിക്കൊണ്ട് ചോദിച്ചു. തിരിച്ചൊന്നും പറയാനില്ലാത്ത വിധം വിശ്വയുടെ മുഖം കുനിഞ്ഞു പോയത് കണ്ടിട്ട് മുരുകനെ നെഞ്ചു പിടിച്ചു. ആലോഷി വല്ലാത്തൊരു സംതൃപ്തി നിറഞ്ഞ നോട്ടത്തോടെ വിശ്വയെ നോക്കി ക്രൂര നിറഞ്ഞൊരു ചിരിയോടെ നിൽപ്പുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവനെ ഒതുക്കി നിർത്തിക്കോ സാറേ. ഇല്ലേ മുതലാളി തൊഴിലാളി എന്നൊക്കെ വിശ്വം മറന്നുപോകും കേട്ടോ. പിന്നെ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മുരുകൻ അഖിലിനെ ഓർമ്മിപ്പിച്ചു. അഖിലിനും അത് ശരിയാണെന്ന് തോന്നി. മുഖം കുനിച്ചു നിൽക്കുന്നവൻ ചുരുട്ടി പിടിച്ചു നിൽക്കുന്ന മുഷ്ടിയിലാണ് അവനുള്ളിലെ ദേഷ്യം മുഴുവൻ ഒളിപ്പിച്ച് പിടിച്ചിരിക്കുന്നത്. ഇനിയും തടയാതിരുന്നാൽ മുരുകൻ പറഞ്ഞ പോലെ വിശ്വ ഉറപ്പായി ആലോഷിയെ തല്ലുമെന്ന് അഖിലിന് ഉറപ്പായി. വിശ്വ, അഖിൽ പതിയെ വിളിച്ചുകൊണ്ട് അവന്റെ തോളിലും തൊട്ടു. മെരുങ്ങാൻ മനസ്സില്ലെന്ന പോലെ വിശ്വ അവന്റെ കൈ കുതിരി മാറ്റി. പറഞ്ഞല്ലോ വിശ്വ, ഒരബദ്ധം. നിന്റെ കൂടി അനുവാദത്തോടെ വേണമായിരുന്നു ആ ഫോട്ടോ കോളേജിൽ പബ്ലിഷ് ചെയ്യേണ്ടത്. പറ്റിപ്പോയി. ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. നീ ക്ഷമിക്ക്. അഖിൽ വിശ്വയെ നോക്കി. അത് കേട്ടപ്പോൾ വിശ്വയുടെ ചുണ്ടിലെ പരിഹാസം അഖിലിന് വ്യക്തമായി മനസ്സിലായി. എന്നോടുകൂടി ആലോചിച്ച് ചെയ്താ ഞാനത് സമ്മതിച്ചു തരില്ലേ എന്നൊരു ഭയം. അതാ നിങ്ങൾക്ക്. അങ്ങനെയാ ഇങ്ങനെ ഒരു ചറ്റത്തിൽ എന്നെ അറിയിക്കാതെ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത്. അതല്ലേ അഖിൽ സാറേ സത്യം? പിന്നെന്തിന് ഇങ്ങനെ ഒരു കള്ളം കൂടി പറയുന്നു? വിശ്വ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. അതേടാ, അത് തന്നെയാ സത്യം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ അതങ്ങ് ചെയ്തേക്ക്. ആലോഷി അഖിലിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് വീണ്ടും വിശ്വക്ക് മുന്നിലേക്ക് കയറിയുന്നു. സത്യതാണെന്ന് അറിഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരു അഹന്തയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കാശ് നിർത്തിയ തൊഴിലാളിയല്ലേ ഞാൻ. അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യാൻ? പറ്റും പോലെയൊക്കെ സാറ് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തൽക്കാലം അതുകൊണ്ട് തൃപ്തിയായി. വിശ്വനെ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു. ഹലോ, നീ മിണ്ടാണ്ടിരിക്കുക. വിശ്വയുടെ ഭാവം കണ്ടതും അഖിൽ വേഗം ആലോഷി അവന്റെ മുന്നിൽ നിന്നും പിടിച്ചു മാറ്റി. പരസ്പരം ഒരു വിശ്വാസം വേണം സാറുമാരെ. ഏത് ചതിയാണ് ചെയ്യുന്നെങ്കിലും ഒരുമിച്ച് നിന്നിട്ട് ചെയ്യുമ്പോ ആദ്യം വേണ്ട അതാ. നിങ്ങൾക്കില്ലാതെ പോയതോ അതാ. ഞാൻ വാങ്ങിച്ച കാശ് മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. അഖിൽ ആലോഷി അവനെ മുഖം ചുളിച്ച് നോക്കി. പറഞ്ഞതല്ലേ ഞാൻ. മിത്ര എന്റെ വഴിയെ കൊണ്ടുവരാൻ ഇനി വേണ്ടല്ല, ഞാൻ ചെയ്തോളാം. അതിനുള്ള വഴികൾ എനിക്ക് അറിയാന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല? അങ്ങനെയല്ല വിശ്വ. ഇപ്പൊ തന്നെ 1 മാസമാവാനായി. ഇപ്പോഴും 6 മാസം കഴിഞ്ഞിട്ട് നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നിന്നാലേ നഷ്ടം ഞങ്ങൾക്കാ. ഇപ്പൊ തന്നെ നിന്നെയൊക്കെ തീരുമാന രൂപത്തിലാ പൊടിഞ്ഞെന്നറിയോ? ആലോഷി പറയുമ്പോൾ വിശ്വ മുരുകനെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ മുരുകന്റെ മുഖം കുനിഞ്ഞു പോയി. അപ്പൊ എത്രയും പെട്ടെന്ന് അവള് നിന്റെ വാലിൽ വീഴുക എന്ന് തന്നെയാ ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം. അതിന് വേണ്ടെന്താണോ അതൊക്കെ ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യും. രൂപ 5 ലക്ഷം അങ്ങനെ ചുമ്മാ കിട്ടുന്നുള്ളതൊന്നും നീ വിചാരിക്കണ്ട. ഇതുപോലൊക്കെ തന്നെ ഇനിയും വരും. നേരിടാൻ ഒരുങ്ങിയിരുന്നോ? എന്തോ പക തീർക്കുമ്പോൾ ഒരു ആവേശമാണ് ആലോചിക്ക്. വിശ്വ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അതിന്റെ അർത്ഥത്തിൽ ഇവർക്കാർക്കും മനസ്സിലാവാൻ പോകുന്നില്ലെന്നൊരു ഭാവത്തിൽ അവൻ മുഖം കുനിച്ച് നിന്നു. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് അഖിലും അലോഷിയും വന്നപ്പോൾ തന്നെ ധൃതിയിൽ കാൽ കയറി പോയിട്ടാണ് വിശ്വ പിന്നെ തല ഉയർത്തി നോക്കിയത്. മുരുകൻ സങ്കടത്തോടെ അവനെ നോക്കി നിൽപ്പുണ്ട്. അവനോടൊന്നും പറയാതെ വിശ്വ അവിടെയുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. രണ്ടുപേരും കൂടി അന്ന് കുറച്ച് നേരത്തെ ക്യാൻറ്റീനിലേക്ക് പോയിരുന്നു. പക്ഷേ ചെന്ന് കയറിയത് അവിടെ കണ്ട കാഴ്ച വിശ്വ ഒന്ന് തലകുടഞ്ഞു. കുട്ടികൾ നോക്കി ചിരിക്കാനും ഓരോന്നൊക്കെ പറയാനും തുടങ്ങിയപ്പോൾ അകത്തേക്ക് കയറാതെ വന്നപ്പോൾ തന്നെ തിരിച്ചിറങ്ങി. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അതും ഇത്രക്കൊരു ദോഷമാവരുതെന്ന് കൂടി കരുതിയാണ് തിരിച്ചു പോകുന്നത്. ആരാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അഖിലിനെ വിളിച്ച് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണാൻ വന്നതാണ് വിശ്വ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന എന്തുകൊണ്ട് എന്നോട് കൂടി പറഞ്ഞില്ലെന്നുള്ള വിശ്വയുടെ ചോദ്യം. ഒരിരയെ കിട്ടിയ സംതൃപ്തിയോടെ ആലോഷി അപ്പൊ തുടങ്ങിയതാണ് അവന് നേരെ. ഇനിയിപ്പോ എന്ത് ചെയ്യും വിശ്വ? മുരുകൻ അവന്റെ അരികിൽ വന്നിരുന്നു. വിശ്വ ഒന്നും മിണ്ടിയില്ല. ഇവരെന്താടാ ഇങ്ങനെ? അഖിലിനോടും ആലോഷിയോടുമുള്ള വെറുപ്പോടെ മുരുകൻ ചോദിച്ചു. കാശുള്ളതിന്റെ അഹങ്കാരം.
വിശ്വാനെ നോക്കാതെ പറഞ്ഞു. ദൈവം നമ്മൾ ഇങ്ങനെയാക്കി വിട്ട് എത്ര നന്നായി തോന്നുന്നു വിശ്വ. എനിക്ക് അഹങ്കാരികളെ കാണുമ്പോ നമ്മളൊക്കെ എത്ര നല്ല കുട്ടികളാ അല്ലേ? മുരുകൻ പല്ലടിച്ചുകൊണ്ട് പറയുമ്പോൾ ആ നിമിഷം വിശ്വക്ക് ചിരി വന്നു. ആ ചിരിക്കിടയിലേക്കാണ് അതില്ലാതാക്കിക്കൊണ്ട് അവന്റെ ഫോണിലേക്ക് മിത്രയുടെ വിളിയെത്തിയത്. നീ എന്താ ടീന ഈ പറയുന്നത്? അതുപോലെ കാര്യം ചെയ്യാൻ അവനെന്താ ഭ്രാന്തുണ്ടോ? ടീന പറഞ്ഞ നിമിഷം തന്നെ അബി അത് ശക്തമായി എതിർത്തു. അവനൽപ്പം ഭ്രാന്തുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അബി. ടീന തന്നെ നിലപാടിൽ ഉറച്ചു നിന്നു. എന്റെ ടീന, നീ എന്തൊക്കെയാ പറയുന്നത് പോലെ ബോധമുണ്ടോടി? ഒന്ന് ആലോചിച്ച് നോക്ക്. അവനും മിത്രമായിട്ടുള്ള ഒരു പിക്ചർ അത് കോളേജിൽ പബ്ലിഷ് ചെയ്തിട്ട് അവനെന്ത് കിട്ടാനാ? അങ്ങനെ ചെയ്യുമ്പോൾ മിത്രക്കൊപ്പം അവനും കൂടിയല്ലേ അവിടെ ചീത്ത പേരാവുന്നത്. അതും അന്ന് അവൾക്ക് വേണ്ടി അവൻ അത്രയൊക്കെ ചെയ്ത് ഇതുകൊണ്ടാവാ എന്നൊക്കെ അവിടെയും കുട്ടികൾ ചേർത്ത് വായിക്കില്ലേ? അത്രയെങ്കിലൊക്കെ ചിന്തിച്ചു നോക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതായോ നിനക്ക്? ആ ചീത്ത പേര് അവൻ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ ഒരുക്കാണെങ്കിലോ? ടീന അത് വിട്ടുകളയാനുള്ള ഭാവമില്ലെന്ന് അബിക്ക് ഉറപ്പായി. നീ ഇങ്ങനെ വളഞ്ഞുറ്റി മൂക്കുടിക്കാത്ത കാര്യമൊന്നും സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ മനുഷ്യനൊരു സമാധാനം കിട്ടിയനെ. ഇതിപ്പോ കുറെ നേരമായി എങ്ങും തൊടാൻ നിന്റെ ഒരു ഉറക്കമല്ല സംശയങ്ങള്. അബി അല്പം നീരസത്തോടെ തന്നെ പറഞ്ഞു. ടീന ആളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആളുടെ മുറിയിലേക്ക് നടന്നു. പോകും വഴി അവൾ മിത്രയുടെ മുറിയിലേക്ക് കൂടി ഒന്ന് പാളി നോക്കി. അത് അടഞ്ഞു കിടപ്പുണ്ട്. ടീനയും വാതിലടച്ചുകൊണ്ടാണ് ഫോണുമായി കിടക്കയിലേക്ക് ഇരുന്നത്. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു അബി. പക്ഷേ നിനക്കാണത് അത്രയും വളഞ്ഞ വഴിയാണെന്ന് തോന്നുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്ക് അബി. ഇന്നോളുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിലോ? മിത്രയോട് അവനുള്ളൊരു ഇഷ്ടം അതൊന്ന് അറിയിക്കാൻ വേണ്ടി ഇതെല്ലാം അവൻ തന്നെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിട്ട് അവളുടെ ഇഷ്ടം പിടിച്ചുവറ്റാനുള്ള അവന്റെ അടവാണെങ്കിലോ? എനിക്കങ്ങനെയാ തോന്നുന്നു. അത് ഞാൻ അവനോട് ഒരിക്കലും പറഞ്ഞതുവാ. അതിന്റെ പേരില്ല അന്ന് മിത്ര എന്നോട് അത്രയും ആശയായിട്ട് സംസാരിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ടീന തന്നെ മനസ്സിൽ തോന്നി അബിയോട് തുറന്നു പറഞ്ഞു. എടീ, അബിക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. അവൾ പറയുന്നതിൽ അല്പം കാര്യമുണ്ടോ എന്നായിരുന്നു അവന്റെ മനസ്സിലും. പക്ഷെ അവളോട് അപ്പോൾ പറഞ്ഞില്ല. തനിക്ക് കൂടി അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടെന്നറിഞ്ഞാൽ ആൾ വീണ്ടും വിശ്വക്ക് നേരെ വല്ലതും വിളിച്ചു പറയും. ഇനി ഒരിക്കൽ കൂടി അവന്റെ പേരിൽ ടീനയും ഇത്രയും തമ്മിൽ വാക്കേറ്റമുണ്ടാവും. അതോർത്തുകൊണ്ട് മാത്രം അബി ആ ചിന്തയെ ഉള്ളിൽ തന്നെ ഒതുക്കി പിടിച്ചു. എങ്കിലും അവനൊരു ആശങ്ക തോന്നി തുടങ്ങിയിരുന്നു. പിന്നെ അബി, ഇന്ന് അവിടെ പബ്ലിഷ് ചെയ്യപ്പെട്ട ആ പിക്ചർ അതൊരു മോർഫിംഗ് പിക്ചറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീന വീണ്ടും പറഞ്ഞു. നീ എന്താ ടീന ഉദ്ദേശിച്ചത്? അബി ടെൻഷനോടെ നെറ്റി തടവിക്കൊണ്ട് ചോദിച്ചു. ചിലപ്പോൾ ഇതും എൻ്റെ സംശയങ്ങൾ തന്നെയാവും. അങ്ങനെ ആവട്ടെ എന്ന് തന്നെയാ എനിക്കും. പക്ഷെ എനിക്കെന്തോ അത് അങ്ങനെയൊന്നും അല്ലെന്ന് തോന്നുന്നു. നിന്നോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ വട്ടാകാതെ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാന്ന്. എടാ, മിത്ര അവനെ കാണാൻ പോയോ എന്ന് എനിക്കൊരു സംശയം. എങ്കിലത് അവൾ പറയില്ലേ ടീനെ? ആരോട് പറഞ്ഞില്ലേ? നിന്നോട് പറയില്ലേ? അബി സംശയത്തോടെ ചോദിച്ചു. പറയേണ്ടതാണ്, പറയുന്നതിന് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിലവളങ്ങനെ ചെയ്തില്ലെങ്കിലോ? അത് മനഃപൂർവ്വം മറച്ചു വെച്ചാണെങ്കിലോ? എന്തിന് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് അവൾക്ക് എന്താ കാര്യം? അതെനിക്കറിയില്ല അബി. ഇനി എനിക്ക് വിഷയമുള്ള താല്പര്യമില്ലായ്മ കൊണ്ട് മറച്ചു വെച്ചോ ആവാം. ഓഹ്, എല്ലാം കൂടി ഓർത്തിട്ട് തല പെരിക്കുന്നു. അബി ടെൻഷനോടെ ഫോണിൽ പിടിമുറുക്കി. അപ്പൊ നീ എന്റെ അവസ്ഥയെന്ന് ഓർത്തു നോക്ക്. ആൾക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ ജോയിൻ ചെയ്ത് തന്നെ. എന്റെ വീട്ടുകാർ ഇതുവരെ ഒറ്റ ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഞാൻ അവൾ ഒറ്റയ്ക്ക് വേണ്ടിയല്ലേ ഇവിടെ ഇങ്ങനെ. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ ചെയ്യാവോ അബി? ടീനക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. എടി, അതിനവൾ അങ്ങനെ ചെയ്തു എന്ന് അവൾ പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം നമ്മുടെ ഒരു നിഗമനല്ലേ. അപ്പോഴേക്കും നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അബി ടീനയെ ആശ്വസിപ്പിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും അബി. നീ നോയിക്കോ. അവളുടെ കാര്യത്തിൽ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവിടെ വന്നപ്പോൾ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോഴും നീ പറഞ്ഞു എല്ലാം എൻ്റെ തോന്നലാവുമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അവനൊരു ഫ്രോഡ് അബി. അവനോട് ട്രാപ്പ് ചെയ്യുക. ടീന വേവലാതിയോടെയാണ് പറയുന്നത്. നമുക്ക് അന്വേഷിച്ചു വേണം ടീനെ. നീ വെറുതെ അനാവശ്യമായിട്ടൊന്നും ചിന്തിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാത്തിനും ഒരു സാവകാശം വേണം. ഒന്നുറപ്പാ, അങ്ങനെ ആർക്കും ട്രാപ്പ് ചെയ്യാൻ നമ്മൾ അവൾ ഇട്ടുകൊടുക്കില്ല. ആ ഒരു ഉറപ്പ് വരെ നിനക്ക്? അബിയുടെ ആ ചോദ്യം വലിയ ഉറപ്പൊന്നുമില്ലെങ്കിലും ടീന അത് മൂളി സമ്മതിച്ചു. ആ പിന്നൊരു കാര്യം, എബിയോടുള്ള സോഫ്റ്റ് കോൺ വെച്ചിട്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു ചേർത്ത് നിന്റെ നിഗമനം മുഴുവൻ നീ മിത്രയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പറയാൻ നിൽക്കണ്ട. അബി ഓർമ്മിപ്പിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാനൊന്നും ചോദിക്കാതെ ഒരു പൊട്ടിയ പോലെ നിൽക്കണം എന്നാണ് നീ പറയുന്നത്? എങ്കിലും അത് നടക്കില്ല അബി. ആൾക്ക് വേണ്ടി ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നില്ലേ? അപ്പൊ ആ മാന്യത അവൾ എന്നോട് കാണിക്കണ്ടേ? മീന രോഷത്തിലാണ്. എടി പൊട്ടി, ഒന്നും ചോദിക്കാതെ മിണ്ടാതെ ഊമയെ പോലെ നിൽക്കാനാണോ ഞാൻ നിന്നോട് പറഞ്ഞു? നീ ചോദിക്ക്, പക്ഷെ എല്ലാവരും നയത്തിൽ വേണമെന്ന് മാത്രം. അവളുടെ പ്രൈവസിയിൽ ഇടിച്ചു കയറാണെന്ന് അവൾക്ക് തോന്നാത്ത വിധം നീ എല്ലാം ചോദിക്ക്, എന്നിട്ട് എന്നെ വിളിക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. അബി അവളെ സമാധാനിപ്പിച്ചു. എബി വിളിച്ച് ഇതൊന്നും പറയാൻ നിൽക്കരുതെന്ന് കൂടി ടീനയെ ഓർമ്മിപ്പിച്ചിട്ടാണ് അബി ഫോൺ കട്ട് ചെയ്തു. നീ ഇപ്പൊ ഫോൺ എടുക്കാതിരിക്കുന്നേ ഒരു ബുദ്ധിയല്ലോ വിശ്വ. മിത്രയെല്ലാം അറിഞ്ഞിട്ട് വിളിക്കുന്ന. ഇപ്പൊ കോളേജിലേക്ക് അവളെത്തുന്ന സമയമായല്ലോ. അവള് നീ ഫോൺ എടുത്ത് സംസാരിക്കുക. എന്താണ് സംഭവിച്ചത് വ്യക്തമായിട്ട് അറിയില്ലെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെടുക്കുക. അതാ നീ ഇപ്പൊ ചെയ്യേണ്ടത്. മിത്ര വിളിക്കുന്ന ഫോണിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വയോട് മുരുകൻ അല്പം ശാസനയോടെയാണത് പറഞ്ഞത്. എന്നിട്ട് അവൻ ആ ഫോൺ എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഇനി അഭിമുഖീകരിക്കേണ്ടിയും വരും. ആ വന്നിട്ട് പോയി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ലേ? അപ്പൊ പിന്നെ ഇപ്പോഴേ എല്ലാത്തിനും റെഡി ആയിരിക്കുന്നതാണ് നല്ലത്.
അഖിലിനോടും അലോഷിയോടുമുള്ള ദേഷ്യം അപ്പാടെ നിറച്ചുകൊണ്ടായിരുന്നു മുരുകൻ അത് പറഞ്ഞ്. നീ എത്ര മടിച്ചിരുന്നിട്ടും കാര്യമില്ലടാ. നീ ആ ഫോൺ എടുത്ത് സംസാരിക്കുന്നവരെ മിത്ര വിളിച്ചുകൊണ്ടിരിക്കുകയെ. കാരണം അവിടെ നടന്നിട്ടുള്ള ചെറിയ കാര്യമൊന്നുമല്ല, നിനക്കറിയില്ല അത്. അതിന്റെ സത്യാവസ്ഥ അവൾക്ക് അറിയേണ്ടി വരും. അവൾക്ക് നിർബന്ധമായിരിക്കും. അവളപ്പോൾ നിന്നെ അല്ലാതെ പിന്നെ ആരെയുടെ വിളിക്കുക? അതിന്റെ അങ്ങേ സൈഡിൽ നീ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിന്നോടായിരിക്കും അവൾക്ക് ചോദിക്കാനുണ്ടാവുക. അപ്പൊ പിന്നെ ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് നീ അവൾക്ക് സംശയിക്കാനുള്ള കാരണം ഉണ്ടായി കൊടുക്കല് വിശ്വ. വല്ലാത്തൊരു കടുപ്പത്തിൽ അതും പറഞ്ഞിട്ട് മുരുകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വീണ്ടും ഒരു നിമിഷം കൂടി ആ ഫോണിലേക്ക് നോക്കിയതിനു ശേഷമാണ് വിശ്വ അത് അറ്റൻഡ് ചെയ്ത്. വിശ്വ, പരവേശം നിറഞ്ഞൊരു വിളി. അത് അവനെ അപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അപ്പോഴത്തെ മാനസിക സ്ഥിതി ഓർത്തുകൊണ്ട് അവനോട് തന്നെ ഒരുപാട് വെറുപ്പ് തോന്നി. പറയുത്ര, എപ്പോഴത്തെയും പോലെ തന്നെ അസ്വാഭാവികതയൊന്നുമില്ലാതെ സംസാരിക്കാനാണ് വിശ്വ ശ്രമിച്ചത്. നീ എവിടെയാ വിശ്വ? ഞാൻ പുറത്താ, ഒരു ആവശ്യത്തിന് വേണ്ടി ടൗണിൽ വന്നാ. പിന്നെ നീ രാവിലെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് ടൗണിലേക്ക് പോയത്? അല്ല, എനിക്ക് പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്തേ മിത്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അന്ന് ഒരുപാട് നേരത്തെ കോളേജിലേക്ക് എത്തിയോണ്ട് തന്നെ അവിടെ ആരും കണ്ടിട്ടില്ലെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അവനങ്ങനെ പറഞ്ഞു. കോളേജിലൊരു പ്രശ്നമുണ്ട് വിശ്വ. അത് പറയുമ്പോൾ മിത്രക്കൊരു വിറയിലുണ്ടെന്ന് വിശ്വക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തു പ്രശ്നം? എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുന്നതിൽ അവന് കടുത്ത അമർഷമുണ്ട്. രാഹുല് വീണ്ടും നമുക്കിട്ടൊരു പണി എന്നുണ്ട് വിശ്വ. പണിയോ? എന്തു പണി? വിശ്വ അമ്പരപ്പ് വായിച്ചോട് ചോദിച്ചു. അത് പറയാനുള്ള മടിയുണ്ടാവും. മിത്ര ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല. നീ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞെന്ന് മിത്ര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ വീണ്ടും വല്ല പ്രശ്നത്തിന് വന്നോ? തനിക്കെന്തെങ്കിലും അപകടം ഉണ്ടായോ? തെളിച്ചു പറ നീ. വെപ്രാളത്തോടെയുള്ള അവന്റെ ആ ചോദ്യം മിത്രക്ക് ഹൃദയത്തിൽ ഒരു തണുപ്പാണ് അപ്പോൾ അനുഭവപ്പെട്ടത്. അപകടമൊന്നുമില്ല വിശ്വ, പക്ഷേ അതിനേക്കാൾ വലിയൊരു പണിയാ. മിത്രയൊന്ന് ശ്വാസം എടുത്തു. എടോ പ്ലീസ്, നീ എന്നെ ടെൻഷൻ കൂട്ടാൻ എന്നാണ് കാര്യം എന്ന് പറ. നമ്മളൊന്ന് പുറത്തു പോയില്ലേ, അന്നത്തെ ഒരു പിക്ചർ അതിങ്ങനെ രാഹുലിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വിശ്വ ആകാംക്ഷ അഭിനയിക്കുകയാണെന്ന് മിത്രക്ക് തോന്നിയതേ ഇല്ലായിരുന്നു. അത്രയും സ്വാഭാവികതയോടെയാണ് അവൻ ഓരോന്നും ചോദിക്കുന്നത്. എന്നിട്ട് അവൻ ആ പിക്ചർ കോളേജിൽ പബ്ലിഷ് ചെയ്തു. മിത്രയുടെ പതിഞ്ഞ സ്വരം വിശ്വക്ക് വല്ലാത്തൊരു നോവ് തോന്നി. ഒന്നും അറിയാത്ത ഇവളെ പറ്റിക്കുകയാണ് താൻ. ഒരു നിമിഷത്തേക്ക് വിശ്വൊന്നും പിന്നെ മിണ്ടിയില്ല. അതോടെ മിത്ര വീണ്ടും അവനെ പേര് ചൊല്ലി വിളിച്ചു നോക്കി. താനത് കണ്ടോ മിത്ര? വിശ്വ ചോദിച്ചു. കണ്ടു. രാവിലെ ഞാനും ഡീനയും കൂടെ കോളേജിലെത്തുമ്പോൾ അവിടെ വലിയൊരു കൂട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതാ. അവന് കിട്ടിയൊന്നും മതിയായിട്ടില്ലെന്ന് തോന്നും. ഇതോടെ അവന്റെ സൂക്കിടി ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. വിശ്വ ദേഷ്യത്തിലാണ്. ഇനി എടുത്തിയാടിയൊന്നും ചെയ്യേണ്ട വിശ്വ. അവനെതിരെ ഇനി എന്ത് വേണം നമുക്ക് ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കാം. അവനിതുപോലെ നാറിയ കളികളായിരിക്കും ഇനിയും പകരം ചെയ്യാനുണ്ടാവുക. അതുകൊണ്ട് അവനെ നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പൊ സൂക്ഷിക്കേണ്ടത് നമ്മളാ. വിശ്വയുടെ സ്വരത്തിലെ ദേഷ്യം അറിഞ്ഞതും മിത്ര അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത്. നീയപ്പോ തിരികെ വരും, എനിക്ക് നിന്നെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു, നേരിട്ട് സംസാരിക്കാനുണ്ട്. മിത്ര ആവശ്യപ്പെടുമ്പോൾ വിശ്വക്ക് നേരിയൊരു വിറയൽ തോന്നി. ഫോണിൽ കൂടി ഇതെല്ലാം പറയുന്ന പോലെയല്ല, അത്രയും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് വീണ്ടും അവൾക്ക് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആൾക്ക് തന്നോടുള്ള വിശ്വാസം കാണുമ്പോഴൊക്കെയും പേരറിയാത്ത വികാരം തന്നെ വല്ലാതെ തളർത്തിക്കളയുന്നുണ്ടെന്ന് അവനറിയാമായിരുന്നു. എന്നാടൊന്നും പറയാത്ത, തനിക്ക് നേരിട്ട് കാണുന്നതിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും മിത്ര തന്നെ ചോദിച്ചു. എനിക്കെന്ത് ബുദ്ധിമുട്ട് മിത്ര? ഞാൻ വരാം, എങ്ങോട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. ഞാൻ കാരണം എനിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം. റിയലി സോറി മിത്ര, ഞാൻ കാരണമാണല്ലോ എല്ലാം എന്നുള്ള സങ്കടം മാത്രം എനിക്ക്. വിശ്വപതിയെ പറഞ്ഞു. നീ ഇതെന്തൊക്കെയാ പറയുന്ന വിശ്വ? എനിക്കൊരു സങ്കടമില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനു സങ്കടം? രാവിലെ അവനെ തനിഗുണം കാണിച്ചു, അതവൻ്റെ മാക്സിമമാണ്. പക്ഷെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന അവനറിയില്ലല്ലോ. അവനറിയില്ലല്ലോ. അതൊന്നും അറിയിച്ചു കൊടുക്കണ്ടേ? അതിനെക്കുറിച്ച് പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞ്. ഇതൊന്നും നീ കാരണമല്ല, അങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടിയേ വേണ്ട. നിന്നെ കാണുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് അത് ഞാനല്ലേ വിളിച്ചുകൊണ്ട് പോയത്. പിന്നെ അതിങ്ങനെ താൻ കാരണമാവും. ഇപ്പൊ നീ അതൊന്നും ഓർക്കണ്ട. അവനൊരു മറുപടി കൊടുക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതുപോലെ നിലവാരമില്ലാത്ത റിപ്ലൈ പോരാ അവന്. മിത്ര വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വിശ്വക്ക് പിന്നെ അവളോടൊന്നും പറയാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവനൊന്നും മിണ്ടിയില്ല. എപ്പോഴാണ് നീ വീട്ടിലേക്ക് വരിക? ഞാൻ അവിടെ വെച്ച് കണ്ടോളാം. ഇനി പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഈ പ്രശ്നം ഒന്നുകൂടി വഷളാക്കണ്ടെന്നായിരുന്നു മിത്ര ചിന്തിച്ച്. ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. ഇനി നമ്മളവിടെ വെച്ച് കണ്ടിട്ട് നിന്റെ കൂട്ടുകാരി പുതിയ പ്രശ്നം ഉണ്ടാക്കൂടോ? വിശ്വ ആശങ്കയോടെ ചോദിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് യോഗെങ്കിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യാൻ തിക് ഫ്രണ്ടേ. അതിന് നമ്മൾ എത്ര സൂക്ഷിച്ചുകൊണ്ട് നടന്നാലും ഉണ്ടാവേണ്ട പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ തലക്ക് മുകളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത് വിട്, അവളെ ഞാൻ ഡീൽ ചെയ്തോളാം. മിത്ര ചിരിയോടെ പറഞ്ഞു. സംഭവിച്ചൊന്നും തന്നെ ബാധിച്ചില്ലെന്ന് പോലെയുള്ള മിത്രയുടെ ആ ഭാവം ആശ്വാസം തോന്നുന്നുണ്ടായിരുന്ന വിശ്വക്ക് അത് ഓർക്കുമ്പോൾ. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജിൽ അത്രയും കുട്ടികൾക്കിടയിൽ അപമാനിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ
ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ, അതിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അവൾ എത്രത്തോളം സങ്കടം സഹിക്കേണ്ടി വരുമെന്നൊക്കെ അവർ ആ നിമിഷം കൊണ്ട് ആലോചിച്ച് കൂട്ടിയിരുന്നു. പക്ഷേ മിത്രക്ക് മാറ്റങ്ങളൊന്നുമില്ല. സംഭവിച്ചൊന്നും അവളുടെ തെറ്റല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ വേദനിക്കാൻ അവൾ ഒരുക്കമല്ല. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തും മിത്ര, ഞാൻ എത്തിരുന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാം. വിശ്വ പറയുമ്പോൾ എങ്കിൽ ശരി, നീ നേരിട്ട് കാണാമെന്നും പറഞ്ഞുകൊണ്ട് മിത്ര തന്നെ സംസാരം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. വിശ്വയോട് സംസാരിച്ചതിന് ശേഷം മിത്രക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. സംഭവിച്ചു പോയതിൽ സങ്കടമില്ലെന്ന് എത്രയൊക്കെ ഭാവിച്ചാലും ഒരു തെറ്റും ചെയ്യാതെ തന്നെ രാഹുൽ പിറകെ നടന്നുകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അവൾക്ക് അത്രയും ഈസിയായി വിട്ടുകളയാൻ പറ്റുന്നില്ല. ഫോൺ മാറ്റി വെച്ച് അവൾ എഴുന്നേറ്റ് മുഖം കഴുകിക്കൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ടീനയുടെ റൂമിന്റെ വാതിൽ അടഞ്ഞിടപ്പുണ്ട്. അങ്ങോട്ടും നോക്കിയിട്ട് അവൾ അടുക്കളയിൽ ചെന്നിട്ട് 2 ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാന്നുള്ള ധാരണയിൽ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് തിരികെ വരേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. കാപ്പി 2 കപ്പിൽ പകർന്നെടുത്തുകൊണ്ട് അവൾ തിരികെ ആളിലേക്ക് ചെന്നിട്ട് അത് ടേബിളിൽ വെച്ചു. ടീന അപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ടീന ആളുടെ വാതിലൊന്ന് മുട്ടി മിത്രയെ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. അവൾ എന്തോ ഗഹനമായ ചിന്തയിലാണെന്ന് തോന്നുന്ന വിധം കിടക്കയിൽ നഖം കടിച്ചിരിപ്പുണ്ട്. ഇതെന്താ നീ മുറി കയറിയിരിക്കുന്നേ? മിത്ര ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ ടീന അവളെ തുറിച്ചു നോക്കി. ഇത്രയും നേരം നീ ഈ മുറി തന്നെ കുത്തിരിപ്പല്ലായിരുന്നോ? ആദ്യം ചോദിച്ചുകൊണ്ട് അവൾ മുഖം വെട്ടിച്ച് മാറ്റുന്നതും മിത്രയ്ക്ക് ചിരി വന്നു. ഓ അതാണോ? എങ്കിൽ ഇനി എഴുന്നേറ്റ് പുറത്തേക്ക് വാ. ഞാൻ മുറി കയറിയപ്പോ നീയും കയറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോൾ നീ ഇറങ്ങി വരേണ്ടല്ലേ? മിത്ര ചിരിയോടെ പറഞ്ഞു. സത്യം പറ മിത്ര, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? ആകാംക്ഷോട്ട് സഹിക്കാൻ വയ്യുന്ന പോലെ ടീന കിടക്കയിൽ നിന്ന് ഓടിയിറങ്ങിക്കൊണ്ട് മിത്രയുടെ മുന്നിൽ ചെന്ന് നിന്നു. നീ ആദ്യം പുറത്തോട്ട് വാ, ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ ആ ചോദ്യം ഗൗനിക്കാതെ മിത്ര മുറിയിൽ നിന്നിറങ്ങിപ്പോയതും ടീനയുടെ മുഖം വീണ്ടും വീർത്തിയെട്ടി. അതേ ഭാവത്തിൽ തന്നെയാണ് അവൾ പുറത്തേക്ക് ചെന്നു. മിത്ര അപ്പോഴേക്കും കാപ്പി പിടിച്ചു തുടങ്ങിയിരുന്നു. ടീന അവളുടെ അരികിൽ പോയിരുന്നു. മിത്ര ഒരു കപ്പ് അവൾക്ക് മുമ്പിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. ഇനി സമാധാനത്തോടെ നിനക്ക് ചോദിക്കാനുള്ള മുഴുവൻ ഓരോന്നായി ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. നേരത്തെ ഒരു ചിരിയോടെ മിത്ര ടീനയോട് ആവശ്യപ്പെട്ടു. ഞാനറിയാൻ നീ അവനെ കാണാൻ പോയിരുന്നു. ടീനക്ക് ആദ്യം അറിയേണ്ട അതായിരുന്നു. മിത്ര പറയുന്ന ഉത്തരം കേൾക്കാൻ ആളുടെ ഹൃദയം പോലും അല്ലാതെ മിടിച്ചുകൊണ്ട് കാത്തിരുന്നു. പോയിരുന്നു. ചിരിമായ തന്നെ മിത്ര ഉത്തരം പറയുമ്പോൾ ടീന അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത്ര പെട്ടെന്ന് മിത്ര അതെല്ലാം സമ്മതിച്ചിരുന്ന് ടീന കരുതിയിട്ടേ ഇല്ലായിരുന്നു. അതിന്റെ ഒരു പകപ്പുണ്ട് അവൾക്ക്. അപ്പൊ നിനക്ക് അത്രയ്ക്കേ ഉള്ളൂ അല്ലേ? നീ വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്? നിനക്ക് വേണ്ടിയല്ലേ എനിക്ക് ഇഷ്ടമുള്ളതായിട്ട് ഞാൻ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോവാതെ? നിനക്കറിയില്ലേ ഞാൻ എൻ്റെ വീട്ടുകാരെ വിട്ട് ഇതുവരെ ഒറ്റക്ക് നിന്നിട്ടില്ലെന്ന്? എന്നിട്ട് നീ എന്നോടും. ടീനയ്ക്ക് ശരിക്കും സങ്കടം വന്നു. ഞാൻ വിശ്വയെ കാണാൻ പോയി എന്നുള്ള കാരണം കൊണ്ട് എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നൊന്നും അർത്ഥമില്ലല്ലോ ടീന. നീ എന്നോട് കാണിക്കുന്ന അത്ര തന്നെ ഇഷ്ടം, സ്നേഹം, ഇതെല്ലാം തന്നെ എനിക്ക് നിന്നോടുണ്ട്. അതിൽ നിനക്ക് സംശയമുണ്ടോ? അങ്ങേയറ്റം ശാന്തമായിട്ടാണ് മിത്ര ചോദിക്കുന്നത്. ടീന അവളെ തന്നെ നോക്കിയിരുന്നു. സ്നേഹമില്ലായിട്ടല്ലേ നീ എന്നോട് ഇത് മറച്ചു വെച്ച്? അല്ല, നിനക്ക് അവനോടുള്ള ഇഷ്ടക്കേട് അതെനിക്കറിയാം. അതുകൊണ്ടാ ഞാനത് മറച്ചു പിടിച്ച്. എനിക്ക് ഇഷ്ടമില്ലെന്നായിട്ടും നീ പിന്നെന്തിനാ അവനെ കാണാൻ പോയത്? പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോട് അവനെ കുറിച്ച്? ടീനക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ പറഞ്ഞ നിന്റെ അഭിപ്രായമല്ലേ ടീന, ഞാനിപ്പോ പറയുന്ന എന്റെ അഭിപ്രായം. ഞാൻ നോക്കേണ്ട എന്റെ ഇഷ്ടമാണെന്ന് നിന്നോട് ഞാനും പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്നെക്കാൾ വലുത് നിനക്കിപ്പോ അവനാണെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇപ്പൊ പറഞ്ഞതിന് നീ അങ്ങനെ ആവശ്യമില്ലാത്ത അർത്ഥം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടീനയുടെ മുഖം ഇരുണ്ടുകൂടുന്നുണ്ട്. പക്ഷേ മിത്ര ഒന്നും കാര്യാക്കുന്നില്ല. എനിക്ക് വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടിയാണ് നീ ഇവിടെ പഠിക്കുന്നതും വീട് വിട്ട് നിൽക്കുന്നതൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി രാഹുൽ അപകടപ്പെടുത്താൻ ശ്രമിച്ചവനാണ് ടീന വിശ്വ. അവനും രാഹുലും തമ്മിൽ അതുവരെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതോടെയാണ് വിശക്ക് രാഹുൽ എന്നൊരു പുതിയ ശത്രു ഉണ്ടായത് തന്നെ. മിത്ര ശാന്തമായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും ടീനക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വിഷയെക്കുറിച്ച് മിത്ര പറയുമ്പോഴൊക്കെയും കാരണമില്ലാത്തൊരു അസ്വസ്ഥത അവളെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. അവരൊന്ന് അവിടെ നിന്നും വീട്ടിലേക്ക് പോയത് മുതൽ വിശ്വയെ കാണാൻ താൻ തിരികെ വന്നവരെയുള്ള കാര്യം, തനിക്ക് വേണ്ടി അവന് മുറിവേറ്റ നിമിഷം താൻ അനുഭവിച്ച വീർപ്പ് മുട്ടലടക്കം മിത്ര ടീനയോട് പങ്കുവച്ചു. ടീന ശ്വാസം പോലും അടക്കി പിടിച്ചെന്ന പോലെയാണ് മിത്രക്ക് മുന്നിലിരിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ട് അവനെ വന്നത് കണ്ടില്ലെങ്കിൽ അതൊരു നീതികേടാവെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാ അവനെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. വന്ന് കാണട്ടേന്ന് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവനും ഓക്കെ പറഞ്ഞു. നീ അവനെ വിളിക്കാറുണ്ടോ? ടീനയുടെ കണ്ണുകൾ ചുരുങ്ങി. ഉണ്ട്, അവന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. കസിൻസ് ഒരുമിച്ച് പുറത്തുപോയ അന്നത്തെ മിത്രയെ ടീന വെറുതെ ഒന്ന് ഓർത്തു നോക്കി. വിഷയെ വിളിച്ചതിന് ശേഷമാവും അപ്പോൾ അവിടെ മൂഡ് മാറിയത്. പിന്നെ ഒരു മൗനത്തിലായിരുന്നു. അന്നിനെ താനത് അബിയോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? എന്തായാലും ഇത്രയൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് തീർത്ത നീ ഇനിയുള്ള ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്രയും ദിവസം ഒളിയും പറയുന്നില്ലാതെ നിന്റെ കൂടെ ഉണ്ടായിരുന്നവളല്ലേ ഞാൻ. വെറുതെ ഒന്നറിയാനൊരു ആകാംക്ഷ. ടീനയുടെ വാക്കുകളിലെ നീരസം മിത്രക്ക് മനസ്സിലായി. പക്ഷെ അവളത് കാര്യമായി എടുത്തില്ല.
വിശയോട് ഞാൻ നേരിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വരട്ടെ. കപ്പിൽ ബാക്കിയുള്ള കാപ്പി കുടിച്ചുകൊണ്ട് മിത്ര അലസമായി പറഞ്ഞു. ഇങ്ങോട്ടോ? ടീന ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. അല്ല, മിത്ര അവിടെ പരവേശം കണ്ടിട്ട് ചിരിയോടെ പറഞ്ഞു. പിന്നെ നീ ഇനി അവനെ കാണാൻ പോകുന്നുണ്ടോ? ഇല്ലടി, ഇവിടെ തന്നെ അവന്റെ വീടും. അത് പറഞ്ഞു കഴിഞ്ഞ് മിത്ര ആശങ്കയോടെ ടീനയെ നോക്കി. ഇവിടെയോ? മിത്രയുടെ പതിഞ്ഞ മൂളൽ. ടീന അവളെ തന്നെ നോക്കി നിൽപ്പാണ്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ആൾക്ക് മുമ്പിൽ കൈകെട്ടി നിന്നിട്ട് ടീന ഒരു യുദ്ധത്തിന് തയ്യാറാണെന്ന പോലെ നീന്നു. ഞാനും യാദൃശ്യമായി കണ്ടതാ. അതിനു മുന്നേ എനിക്കും അറിയില്ലായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണോ? ടീനക്ക് പുച്ഛമുണ്ട്. നിനക്ക് വേണമെങ്കിൽ. മിത്രക്ക് വലിയ കൂസലൊന്നുമില്ല. കാപ്പി കുടി ചേർത്ത കപ്പ് കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടവൾ ടീനയെ നോക്കി. മിത്ര, എന്താ നിന്റെ ഉദ്ദേശം? ടീന സയ്യട്ട പോലെ വീണ്ടും അവിടെ അരികിലേക്ക് ഇരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. വിശുകൂടി വരട്ടെ. അവനോട് സംസാരിച്ചതിന് ശേഷം വേണം ഇനി രാഹുലിന്റെ കാര്യത്തിൽ എന്ത് വേണം തീരുമാനിക്കാൻ. ഏതായാലും അവനെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും പോരായിട്ടാണ് നിനക്ക് ഇനി അവന് പുറകെ തൂങ്ങിക്കൊണ്ട്? ടീനക്ക് വീണ്ടും ദേഷ്യം വന്നു. അതിനാ പ്രശ്നങ്ങളൊന്നും ഞാനല്ലേ ഉണ്ടാക്കിയത്. പ്രശ്നം ഉണ്ടാക്കിയെന്ന് തന്നെ ഇപ്പോഴും തുടരുന്നു. അതിനൊരു അവസാനം കാണണമെന്നാ ഞാൻ പറഞ്ഞു. അതിന് രാഹുൽ തന്നെയാണ് ഇതിനൊക്കെ പിന്നിലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ടീന ഗൂഢമായൊരു ചിരിയോടെ മിത്രയെ നോക്കി. അല്ലാതെ പിന്നെ എന്നോട് ഇത്രയും ദേഷ്യാർക്കാം? അതാവൻ തന്നെ. മിത്രക്ക് സംശയമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. നീ അവനൊന്ന് പരസ്പരം കണ്ടു എന്ന് പറഞ്ഞു. രാഹുൽ അതെങ്ങനെ അറിഞ്ഞു? അവർ നീ അവിടെ കണ്ടിരുന്നോ? ഈ പിക്ചർ അവൻ തന്നെ കോളേജിൽ പബ്ലിഷ് ചെയ്തെന്ന് ഉറപ്പിക്കാൻ മാത്രം? ടീന മിത്രയെ സൂക്ഷിച്ചു നോക്കി. കണ്ടിരുന്നു. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷമാണ് മിത്ര മറുപടി പറഞ്ഞത്. ആ പിക്ചർ എടുക്കുന്ന കണ്ടോ? ടീന വീണ്ടും അവളെ നോക്കി. അതന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്നത് കോളേജിൽ പബ്ലിഷ് ചെയ്യാൻ രാഹുൽ ബാക്കിയുണ്ടായിരുന്നോ? മിത്ര ഒരു ചിരിയോടെ ടീനയോട് തിരിച്ചു ചോദിച്ചു. പിന്നെ നീ എങ്ങനെ രാഹുലിനെ കണ്ടു? ടീന ആ ചോദ്യത്തിൽ തന്നെയാണ്. അന്ന് അവിടെ വെച്ച് രാഹുൽ എനിക്ക് നേരെ ഒരു ആക്സിഡന്റ് കൂടി ക്രിയേറ്റ് ചെയ്തിരുന്നു. മിത്ര ടീനയെ നോക്കാൻ പറഞ്ഞു. വാട്ട്? വല്ലാത്തൊരു നിലവിളി പോലെ ടീന ചാടി എഴുന്നേറ്റു. എന്നിട്ട് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ മിത്ര. ടീന മേശയിൽ ഉറക്കിയൊന്ന് അടിച്ചു. നീ ഇത്രയും ടെൻഷനാകാൻ മാത്രമൊന്നുമില്ല. എന്നെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് പോകുന്ന മാത്രമായിരുന്നു രാഹുലിന്റെ ഉദ്ദേശം. കൃത്യമായെന്ന് വിശ്വനെ പിടിച്ചു മാറ്റിയതുകൊണ്ടാ. വിശ്വ ഒന്ന് നിർത്തുണ്ടോ നീ? അവിടെ ഒരു വിശ്വ. മിത്ര പറഞ്ഞു പൂർത്തിയാകാൻ കൂടി ക്ഷമയില്ലാതെ ഉറക്കാതെ പറഞ്ഞു. ടീന കയ്യിലെ കാപ്പി കപ്പ് ഒരു ഏറ് വെച്ചു കൊടുത്തു. മിത്ര കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. നിനക്ക് എന്താ അപകടം പറ്റുമ്പോഴും അവൻ അവിടെ തന്നെ ഉണ്ടല്ലോ. അവനാര്? സൂപ്പർമാനോ? നീ അപകടത്തിലാണെന്ന് മുൻകൂട്ടി കണ്ടിട്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നിന്റെ പുറകെ നടക്കാൻ? ടീനക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഉറക്കെ ചോദിച്ചുകൊണ്ട് കിതപ്പോടെ മിത്രയെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. മിത്രയെ അപ്പോഴും പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ഒരു നിമിഷം കൈകൾ കൊണ്ട് തലതാങ്ങി ടീന മുഖം കുനിച്ചിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് അവൾ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. നോക്ക് മിത്ര, ഒരിക്കൽ നമ്മളിത് പറഞ്ഞുപോയ വിഷയം തന്നെയാ. നിന്നുള്ള സ്നേഹം കൊണ്ട് അറിഞ്ഞുകൊണ്ട് നീ ഒരു ചതിയുടെ ചുഴിയിലേക്ക് വീഴുന്ന കാണാൻ വയ്യായിട്ടാ. നിനക്ക് ഇഷ്ടമല്ലെന്ന് കിട്ടും. ഇത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇതെന്നെ വീണ്ടും വീണ്ടും പറയുന്നു. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക നീ. ടീന കുറച്ചുകൂടി അടുത്തേക്കുന്നോണ്ട് മിത്രയുടെ കയ്യിൽ പിടിച്ചു. പറയ്. കുഞ്ഞൊരു ചിരിയോടെ അതേ ശാന്തതയോടെ മിത്ര അവൾക്ക് അനുവാദം കൊടുത്തു. നീ ഷൗട്ട് ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യം അതിനും സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ടീനക്ക് മിത്ര എങ്ങനെ പ്രതികരിക്കുന്നോർത്തോണ്ട് നല്ല ടെൻഷനുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി അവൻ തന്നെയാണെങ്കിലോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ നീ അഭ്യർത്ഥിപ്പെടുന്ന സമയത്തെല്ലാം കൃത്യമായിട്ട് അവനെങ്ങനെ? മിത്രയുടെ ചിരി മാഞ്ഞു, ശാന്തത മാഞ്ഞു. ടീനയുടെ ചങ്കിടിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നത്? ചോദ്യത്തിന് വല്ലാത്ത കടുപ്പമുണ്ട്. അല്ലടി അവൻ. അവളുടെ ആ നോട്ടം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.